കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ അതൊക്കെ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. അത്രമാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം ഇല്ല. ന്യൂനപക്ഷ കമ്മീഷനാണ്. അതെ, ഒ രാജഗോപാലിൻ്റെ ശിഷ്യനാണ്. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മന്ത്രി? ആദ്യം അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. കാരണം രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ആവശ്യമാണ്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ സംശയമില്ല. ക്രൈസ്തവ സമുദായ അംഗം എന്നുള്ള നിലയിൽ കൂടിയാണ് അങ്ങയുടെ പേര് കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നത് BJPക്കുള്ളിലും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ. അപ്പോൾ നിലവിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് ഇത്തവണ BJPക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ മുന്നോട്ട് കൂടുതൽ ബ്രിഡ്ജ് കുറച്ച്, അതായത് ആ പാലം കുറച്ചുകൂടി ശക്തമാക്കാൻ ഈ മന്ത്രിസ്ഥാനം ഉപകരിക്കപ്പെടുമെന്ന് തോന്നുന്നു. 1 മണിക്കൂർ മുമ്പാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൻ്റെ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമുദായം നോക്കിയിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത്. എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. മൈനോറിറ്റി കമ്മീഷൻ ആയിരുന്നപ്പോൾ ശരിയാണ്, അത് ക്രിസ്ത്യൻ മെമ്പർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെയിൻ മെമ്പർ, ബുദ്ധിസ്റ്റ് മെമ്പർ, ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ, ഇഷ്യൂസിൽ ഇടപെടുന്നത്. ഇത് മന്ത്രിയായി കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷൻ പറയുന്നത് പോലെ പറയാൻ സാധിക്കില്ലല്ലോ. ജനങ്ങളെന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയം വെച്ച് അങ്ങനെ പറയുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കുഴപ്പവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വികസനം, പക്ഷേ ആരുടെയെങ്കിലും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസരത്തിൽ അതിനുവേണ്ടി നിലകൊള്ളും, അല്ലെങ്കിൽ ആ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന ഒരു രീതിയും പൊതുവായിട്ട് എപ്പോഴും ഇത് പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാനത് മിനിസ്റ്റർ അല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു മതത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു മതം പ്രത്യേക മതം എന്ന് പറയാൻ സാധിക്കും. ന്യൂനപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, ഭൂരിപക്ഷം എന്നും പറയാം. ന്യൂനപക്ഷം നമ്മുടെ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ഇതാണ്. അപ്പോൾ ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് എല്ലാ ന്യൂനപക്ഷക്കാരും വരും. ആ രീതിയിലേ പറയാൻ സാധിക്കുള്ളൂ. ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി മന്ത്രിസ്ഥാനത്തിലുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച്. അതെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പടപൊരുതി ജയിച്ച ഒരു നേതാവാണ്. ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഘടനയുടെ ഒരാൾ എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ വിജയം നൽകുന്ന ഒരു ആനുകൂല്യമാണ്. പ്രധാനമന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞു രാവിലെ? അല്ല, രാവിലെ അല്ലല്ലോ, ഒന്നിലെ ഇവിടെ വരാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ അതിൻ്റെ BJPയുടേതായിട്ടുള്ള ചില പ്രക്രിയകളുണ്ട്. അവസാനമാണ് PM-ൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച അവസരത്തിൽ, കാരണം PMO എന്ന് പറയാതെ ഒരാൾ മന്ത്രിയാണ് എന്നൊരാൾക്ക് പറയാൻ സാധിക്കും, മന്ത്രിയാവുന്നു. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ സംവിധാനത്തിൽ PMO എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ് ചെയ്തത്. സെൻട്രിയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ മന്ത്രിസ്ഥാനം? അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഇല്ല, പ്രതീക്ഷിച്ചിട്ട്. അതെ. ഏത് വകുപ്പ് വേണമെന്നാണ് ആഗ്രഹമാണ്? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ജനങ്ങളോട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, വികസനത്തിന് വേണ്ടി കൂടെ ഉണ്ടാവും. ഇപ്പോൾ അല്പസമയം മുമ്പ് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞത് കേരളത്തിലെ CPM-ഉം ഒപ്പം മാർക്സിസ്റ്റ് കോൺഗ്രസും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള BJPയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. അല്ല, അദ്ദേഹം എൻ്റെ സീനിയർ ലീഡറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. നിങ്ങൾ ഇത്രയും നേരം നിൽക്കുന്ന എനിക്കറിയാം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യും. അവരുടെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയം നോക്കാതെയുള്ള ഇടപെടൽ പ്രവർത്തനം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഉറപ്പാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജനങ്ങൾക്ക് നൽകുന്നത്.